ഇന്ന് രാവിലെ സുവിശേഷം നമ്മെ ഒരു പള്ളിയിലേക്ക് ക്ഷണിക്കുന്നില്ല. ഒരു ജനക്കൂട്ടത്തിലേക്കല്ല, പിന്നെ അത് നമ്മെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ഒരു തീരത്തേക്ക്. ഗലീലി കടലിന്റെ അരികിലുള്ള ഒരു ശാന്തമായ തീയിലേക്ക്. ആരാണവിടെ? യേശു. അകലെയല്ല, ആവശ്യപ്പെടേണ്ടതില്ല, പക്ഷെ കാത്തിരിക്കുന്നു. നിങ്ങളോടൊപ്പം ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെപ്പോലെ. പക്ഷെ തീക്ക് മുമ്പ് ഒരു രാത്രി ഉണ്ടായിരുന്നു. പത്രോസും മറ്റുള്ളവരും മീൻ പിടിക്കാൻ പോകുന്നു. എന്തിനാണ് തിരികെ പോകുന്നത്? യേശു ഉയർത്തെഴുന്നേറ്റു. പഴയ വലകളിലേക്ക് മടങ്ങുന്നതെന്തുകൊണ്ട്? കാരണം അവർക്കുറപ്പില്ല. കാരണം ഭാവി അവ്യക്തമായി തോന്നുന്നു. അതിനാൽ അവർ പരിചിതമായതിലേക്ക് മടങ്ങുന്നു. അവർ എന്താണ് പിടിക്കുന്നത്? ഒന്നുമില്ല. രാത്രി മുഴുവൻ ഒന്നുമില്ല. ഫലമില്ലാത്ത പരിശ്രമം, ഫലമില്ലാത്ത പ്രവൃത്തി. പ്രതീക്ഷ നിശബ്ദതയിലേക്ക് മങ്ങുന്നു. അങ്ങനെയൊരു രാത്രി നിങ്ങൾ എപ്പോഴെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ശ്രമിക്കുന്നു, കൊടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എന്നിട്ടും ശൂന്യമാണോ? അതെ, നമുക്കെല്ലാവർക്കുമുണ്ട്. പിന്നെ പ്രഭാതം. കരയിലൊരു രൂപം നിൽക്കുന്നു. അവരവനെ തിരിച്ചറിയുന്നുണ്ടോ? ഇല്ല, ഇതുവരെയില്ല. അവൻ സൗമ്യമായി വിളിച്ചു പറയുന്നു, കുട്ടികളെ, നിങ്ങൾക്കെന്തെങ്കിലും കിട്ടിയോ? അവരുടെ ഉത്തരവും ഇല്ല. എന്നിട്ടവൻ പറയുന്നു, മറുവശത്ത് വല വീശുക. അതുമാത്രമാണോ? വിശദീകരണമില്ലേ? അതുമാത്രം. കുറ്റപ്പെടുത്തലില്ല, തിരുത്തലില്ല. വീണ്ടും വിശ്വസിക്കാനുള്ള നിശബ്ദ ക്ഷണം മാത്രം. അവരനുസരിക്കുമ്പോൾ വല കവിഞ്ഞൊഴുകുന്നു. എല്ലാം പെട്ടെന്ന് മാറുന്നതെന്തുകൊണ്ട്? കാരണം ചിലപ്പോൾ സാഹചര്യമല്ല മാറുന്നത്, അതിനുള്ളിലെ സാന്നിധ്യമാണ്. റാറ്ററ്റൂയി എന്ന സിനിമയിൽ ഒരു മനോഹരമായ നിമിഷമുണ്ട്. ഒരു കർശനമായ ഭക്ഷണ നിരൂപകൻ വളരെ ലളിതമായ ഭക്ഷണം കഴിക്കുന്നു. പെട്ടെന്ന് എല്ലാം നിലയ്ക്കുന്നു. അയാൾ ഇപ്പോൾ ഒരു റെസ്റ്റോറന്റിലല്ല. അയാൾ തന്റെ ബാല്യത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഊഷ്മളമായ, അറിയപ്പെട്ട, സ്നേഹിക്കപ്പെട്ട ഒരു സ്ഥലത്ത്. അതെന്താണ് മാറിയത്? ഭക്ഷണമോ? ഇല്ല. വിഭവം എപ്പോഴും ലളിതമായിരുന്നു. പക്ഷെ ആ നിമിഷം അത് അർത്ഥപൂർണമായി. വലകൾ പോലെ. അതെ. കടലൊന്നു തന്നെയാണ്, വലകളും ഒന്നുതന്നെയാണ്, ജോലിയൊന്നു തന്നെയാണ്. പക്ഷെ യേശു സാന്നിധ്യനായിരിക്കുമ്പോൾ സാധാരണമായത് നിറഞ്ഞൊഴുകുന്നു. എപ്പോഴാണ് അവർ ഒടുവിൽ അവനെ തിരിച്ചറിയുന്നത്? അനുഗ്രഹത്തിൽ. പ്രിയ ശിഷ്യൻ മന്ത്രിക്കുന്നു, അത് കർത്താവാണ്. പത്രോസോ? പത്രോസ് അപ്രതീക്ഷിതമായൊരു കാര്യം ചെയ്യുന്നു. അവൻ യേശുവിനെ പരാജയപ്പെടുത്തി. അവനെ തള്ളിപ്പറഞ്ഞു. അവൻ പിന്നാട്ട് നിൽക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതെ. നാണക്കേട് നമ്മോട് പറയുന്നത്, നീ എവിടെയാണോ അവിടെത്തന്നെ നിൽക്ക്, അടുത്തേക്ക് വരരുത് എന്നാണ്. പക്ഷെ പത്രോസ് നാണക്കേട് ശ്രദ്ധിക്കുന്നില്ല. അവൻ ചാടുന്നു. വെള്ളത്തിലേക്ക്, യേശുവിന്റെ അടുത്തേക്ക്. എന്തുകൊണ്ട്? കാരണം സ്നേഹം നാണക്കേടിനേക്കാൾ ശക്തമാണ്. നിങ്ങൾ യേശുവിനെ ശരിക്കും അറിയുമ്പോൾ പരാജയത്തിനു ശേഷം നിങ്ങൾ ഓടി മാറുന്നില്ല, നിങ്ങൾ അവന്റെ അടുത്തേക്ക് ഓടുന്നു. പത്രോസ് കരയിൽ എന്താണ് കണ്ടെത്തുന്നത്? നീതിവിധി, ചോദ്യങ്ങൾ, പരാജയത്തിന്റെ ഓർമ്മപ്പെടുത്തലുകൾ ഇല്ല. ഒരു തീ, അപ്പം, മീൻ. ഒരു ലളിതമായ ക്ഷണം. വരൂ, പ്രാതൽ കഴിക്കൂ. അത് അപ്രതീക്ഷിതമാണ്. അത് കൃപയാണ്. നമ്മൾ തള്ളിപ്പറഞ്ഞവൻ നമ്മെ ഭക്ഷിപ്പിക്കുന്നു. നമ്മൾ പരാജയപ്പെട്ടവൻ നമ്മെ സ്വാഗതം ചെയ്യുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഭക്ഷണമൊരുക്കുന്നു. അത് തീയോ? അത് പ്രധാനപ്പെട്ടതായി തോന്നുന്നു. അത്. പത്രോസ് ഒരിക്കൽ മറ്റൊരു തീയുടെ അടുത്തുനിന്ന് 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഇപ്പോൾ യേശു അവനെ തിരികെ കൊണ്ടുവരുന്നു, വീണ്ടും ഒരു തീയിലേക്ക്. എന്തുകൊണ്ട് ആ സ്ഥലത്തേക്ക് മടങ്ങുന്നു? കാരണം യേശു നമ്മുടെ മുറിവുകളിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല. അവനവയെ സുഖപ്പെടുത്തുന്നു. അവൻ നമ്മെ തിരികെ കൊണ്ടുവരുന്നു, നമ്മെ നാണക്കെടുത്താനല്ല, നമ്മെ പുനഃസ്ഥാപിക്കാനും. അപ്പോൾ ഇന്ന് ഈ സുവിശേഷം നമ്മോടെന്താണ് പറയുന്നത്? ജീവിതം ശൂന്യമായി തോന്നിയാൽ വീണ്ടും കേൾക്കൂ, യേശു വിളിക്കുന്നു. നിങ്ങൾ നഷ്ടപ്പെട്ടതായി തോന്നിയാൽ തിരിച്ചുപോവുക, പക്ഷെ ഒറ്റയ്ക്കല്ല. നിങ്ങൾ പരാജയപ്പെട്ടാൽ ഒളിക്കരുത്, അവന്റെ കാരുണ്യത്തിലേക്ക് ഓടുക. നിങ്ങളുടെ ഹൃദയം ഭാരമേറിയതായി തോന്നിയാൽ ഓർക്കുക, യേശു അടുത്തുണ്ട്, സൗമ്യമായി കാത്തിരിക്കുന്നു. ഇന്ന് അവൻ നിങ്ങളോട് പറയുന്നു, വരൂ, പ്രാതൽ കഴിക്കൂ. നിങ്ങൾ ഉള്ളതുപോലെ വരൂ. നിങ്ങളുടെ ശൂന്യതയുമായി വരൂ. നിങ്ങളുടെ സംശയങ്ങളുമായി വരൂ. നിങ്ങളുടെ ഭൂതകാലവുമായി വരൂ. കാരണം ഈ തീയാൽ നിങ്ങൾ വിധിക്കപ്പെടുന്നില്ല, നിങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്നു. വല്ലപ്പോഴും പത്രോസിനെപ്പോലെ നമ്മൾ പിടിച്ചു നിൽക്കുന്നത് പിന്നിലുപേക്ഷിക്കണം. ഒരിക്കൽ നമ്മെ നിർവചിച്ച വലകൾ പോലും അവന്റെ നേരെ ഓടുക. കാരണം അവസാനം യേശു പിടിത്തലിനേക്കാൾ ഭേദമാണ്. ആമേൻ.